എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഡിന്നറിന് മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണത്. അപ്പോൾ ഇന്ന് അതൊന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാനൊരു റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഒരു ബൗളിൽ നമ്മൾ കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടുക. എൻ്റെ പേരക്കുട്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ്, കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് വെള്ളം, മുഴുവനായിട്ട് ഒഴിക്കേണ്ടി വരും. എന്നിട്ട് അത് ഡോ നന്നായി കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഞാൻ കാണിക്കാം. മാവ് കുഴച്ച് കഴിഞ്ഞു. ഇനി അതിൽ ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് കുറച്ച് നേരം മൂടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി മോമോസിൻ്റെ ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കുകയാണ്. അപ്പോൾ ബോൺലെസ് ചിക്കൻ, പിന്നെ കുറച്ച് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി മിക്സിയിലോട്ടിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഇനി അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മോമോസിൻ്റെ ഫില്ലിങ് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് അതിൽ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ചേർക്കാം. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് നല്ല ജീരകം പൊടി, അത്രയാണ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ ചെറിയ പേരക്കുട്ടിയാണ്, അവനാണ് അത് മല്ലിപ്പൊടി ആഡ് ചെയ്യണത് കേട്ടോ. അത് മുഴുവൻ ഇട്ടോ മോനും. ഓക്കെ, സുമാനയുടെ കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂണ്. ഇനി 1 സ്പൂണ് ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി. മതി. ഇനി സുമാന അത് ഒന്ന് മിക്സ് ചെയ്യും നന്നായിട്ട് കൈ കൊണ്ട്. ആ കൈ കൊണ്ട് പാത്രം ഒന്ന് ബൗള് പിടിച്ചു കഴിഞ്ഞാൽ അത് അനങ്ങില്ല. ഓക്കെ, ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് മോമോസിൻ്റെ ലീഫ് ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. ജേസുവിന് മോമോസ് ഇഷ്ടമാണോ? സൂസുനോ? ജേസുവിന് പരത്തണം എന്നുണ്ട് അല്ലേ? പരത്തിയിട്ട് കാണിക്കാം. നമ്മൾ വലുതായിട്ട് ഇതൊന്ന് പരത്തിയിട്ട് ഒരു ഇത് വെച്ച് മുറിച്ച് റൗണ്ട് ഷേപ്പിൽ അങ്ങനെ മുറിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്ക് ഷേപ്പ് കിട്ടുമല്ലോ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് മോമോസിൻ്റെ സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 3 തക്കാളിയും കുറച്ച് ഉണക്കമുളകും ഒരു 5-8 അല്ലി ഗാർലിക്, അതാണ് ഇട്ടിരിക്കുന്നത്. അത് ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം സ്റ്റീം ചെയ്തെടുക്കുക. ഇനി നമ്മുടെ മോമോസിൻ്റെ സോസ് അതുണ്ടാക്കാൻ ആദ്യം അടുപ്പിൽ ചട്ടി വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് നമ്മുടെ അരച്ച തക്കാളി, വെളുത്തുള്ളി, അതുപോലെ ഉണക്കമുളക് അത് അതിലേക്ക് ഒഴിക്കുക.
എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഷുഗർ, പിന്നെ ഉപ്പ് ഞാൻ നേരത്തെ അരക്കുമ്പോൾ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കെച്ചപ്പ്, ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഷുഗർ ഇടാം, കുറച്ച് കെച്ചപ്പ്. ഞാനിനി മിക്സി ഒക്കെ ഒന്ന് കഴുകി ഒന്ന് അത് ഒഴിക്കും, കുറച്ചും കൂടി വെള്ളം എന്നിട്ടൊന്ന് സോഫ്റ്റ് ആക്കും കേട്ടോ. കുറച്ചുകൂടി ഒഴിച്ചോ, ലേശം കൂടി കെച്ചോ മതി. ഓക്കെ, നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2-3 ഷേപ്പിലൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളും ഞാനും കൂടി ഉണ്ടാക്കിയതുകൊണ്ടേ ഷേപ്പൊന്നും അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മുടെ മോമോസിൻ്റെ സോസ് നന്നായി കുറുകി വന്നു. ഇനി കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കുകയാണ് അതിലേക്ക്. ഓക്കെ, നമ്മുടെ മോമോസ് റെഡി ആയിരിക്കുകയാണ്. ഒരു ഡ്രിങ്കും ഉണ്ടാക്കി, ഒരു സർബത്ത്, നന്നായി സർബത്ത്, ലെമണും സർബത്തും, സോഡ മേക്കറിൽ സോഡ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് സർബത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയും മക്കളെ, കഴിച്ചു നോക്കിയിട്ട്. നന്നായിട്ടുണ്ടോ ജഹാൻ? ടേസ്റ്റ് ഉണ്ടോ? എരിവുണ്ടെങ്കിൽ സർബത്തെടുത്ത് കുടിച്ചോ. സുമാൻ സർബത്തെടുത്ത് കുടിച്ചോ. 2-3 ഷേപ്പിലൊക്കെയാണ് ഉണ്ടാക്കി. പിന്നെ ഷേപ്പൊന്നും അത്ര വലിയ ക്ലിയർ ആയിട്ടില്ല. എന്നാലും ടേസ്റ്റ് വൈസ് കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ പറയാം മക്കളെ.